സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നു മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 8 ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ, ഇന്ന് ഒരു അടിപൊളി പരിപാടിയാണ്. അടിപൊളി പരിപാടി എന്ന് വെച്ചാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോബ് ഫാമാണ്. അതാരാ അവനേതാറാ വഴി മാറടാ മുണ്ടക്കൽ ശേഖര. ഓ ഒന്ന് ചാവണില്ല ഇവൻ. ചാവറ. ഓക്കെ, ചത്തു. ഗൺ പൗഡർ തന്നില്ലേ? അയ്യോ, പക്ഷേ മോശം. അപ്പോൾ നമ്മുടെ എന്താണ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. ഇവിടെയാണ് നമ്മൾ മോബ് ഫാം ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, ഇത് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ മോബ് ഫാം ഉണ്ടാവില്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇങ്ങനെ പില്ലർ ഇങ്ങനെ കയറിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആകാശത്തെ അവസാനം ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള റിസോഴ്സസൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതാ ഞാൻ രാവിലെ കാണിക്കാം. ആദ്യം ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ. ആൻഡ് നമ്മുടെ അയൺ ഫാം കുഴപ്പമില്ല, പക്ഷേ അയൺ ഫാം ഇപ്പോൾ കുറച്ച് എഫിഷ്യൻസി കുറഞ്ഞോ എന്നൊരു സംശയം. അധികമൊന്നും കിട്ടണില്ല. അറിയില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്ത് ഇതിൻ്റെ വേറെ നല്ല ഉണ്ടാക്കണം. കുറച്ച് കണ്ട ചിലവന്മാർ ഇങ്ങനെ വന്നിട്ട് ഇവനൊന്നും വലിയ ഇതില്ല. അങ്ങനെ രണ്ടുപേരൊക്കെ അങ്ങനെ വന്ന് കാണാതെ സോംബീനെ ഇരുന്ന അയങ്കോളൊക്കെ സ്ലോ ആയിട്ട് സ്പോൺ ആവുള്ളൂ. മൂന്നാളും പേടിക്കണം, എന്നാലാണ് നന്നായിട്ട് അയങ്കോളം സ്പോൺ ആവുള്ളൂ. നമ്മുടെ ഇതവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇവൻ്റെ പേര് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ പേര് നിങ്ങളോട് കമൻറ്റ് ഇടാൻ പറഞ്ഞപ്പോൾ എന്തോ പേര് നിങ്ങൾ പറഞ്ഞു. എന്തായാലും ഞാൻ മറന്നു പോയിട്ട്, ഞാൻ കുറച്ച് മുന്നേ കമൻറ്റ് നോക്കിയതാണ്. അതിനെന്തായാലും നമുക്ക് ഇടാം. അപ്പോൾ ഇതുണ്ട്, ഇവിടെ നമ്മുടെ പശു ഫാമൊക്കെ ചെറുതായി തുടങ്ങി, പക്ഷേ ഒരു പശുവേ ഉള്ളൂ. ആൻഡ് നമുക്ക് ഈ അക്വോ ഇൻഫിനിറ്റി എന്തിനുള്ളതാകും? ഞാൻ അക്വോ ഇൻഫിനിറ്റി ഇട്ടപ്പോൾ അത് ഹെൽമെറ്റിലാണ് എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട്, അതിലെടുത്തിട്ടു. പക്ഷേ അക്വോ ഇൻഫിനിറ്റി എന്താ ഉപകാരം എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്നൊരു കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. എന്നിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ, സോംബി വരണ്ട. അയ്യോ, സോംബി വരണ്ട്. പോണു. എടാ അർജുൻ, പോയി കടിക്ക്. പോയി കടിക്ക് അർജുൻ. ഇതാ കടിക്ക് അർജുൻ. അയ്യോ. ഓക്കെ അർജുൻ, നീ അവിടെ ഇരിക്കുക, എന്നെ കൊണ്ടൊരു ഉപകാരമില്ല. ഓക്കെ, നമുക്കിനി നമ്മുടെ ഫാമിൻ്റെ അങ്ങോട്ട് പോവാം. ഗേസ്, അപ്പോൾ അതാ നമ്മൾ ഫാമിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റിസോഴ്സസൊക്കെ അത് അവിടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ രണ്ട് ചെസ്റ്റ് വേണം. നമ്മൾ വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് ഉണ്ടാക്കണം. ആൻഡ് ഇത് കണ്ടോ, ഒരു ചെസ്റ്റിൽ നമുക്ക് ഇത്രയും ഏകദേശം 7 സ്റ്റാക്ക് കോബിൾ സ്റ്റോണും അതുപോലെ തന്നെ 52, പിന്നെ 4 സ്ലാബ്, 4 സൈൻ ബോർഡ്, പിന്നെ 4 ഹോപ്പർ, 2 വാട്ടർ ബക്കറ്റ് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ, 2 ചെസ്റ്റ്, 20 ടോർച്ച്. ഇനി ഇതിൽ നോക്കുമ്പോൾ 10 സ്റ്റാക്ക് കോബിൾ സ്റ്റോണും 48 ബ്ലോക്ക്, 2 സ്റ്റാക്ക് ട്രാപ്പ് ഡോറും. അപ്പം നമുക്ക് ആ വീഡിയോ നോക്കിയിട്ട് പില്ലറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് നോക്കാം ഗേസ്. അപ്പോൾ നമ്മുടെ മോബ് ഫാം അങ്ങനെ നമ്മൾ ലാസ്റ്റ് മേക്ക് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നമുക്ക് ഞാൻ മേക്ക് ചെയ്യണ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ഫുള്ള് മേക്കിങ്ങിൻ്റെ മൈൻഡിലായതുകൊണ്ട് പിന്നെ അത് ഞാൻ മറന്നുപോയി ഗേസ്. അപ്പോൾ നമ്മുടെ മോബ് ഫാം അത്യാവശ്യം വർക്ക് കണ്ട വീടിനൊക്കെ എങ്ങനെയാണ് അടിച്ചടിച്ച് എല്ലാത്തിനാണ് കൊല്ലുന്നത്. കണ്ടാ വീടുകൊണ്ടിരിക്കുക തന്നെയാണ്. XP ആറിനൊക്കെ വിച്ചൊക്കെ വന്നതാ. വിച്ചിനെ കുറച്ച് ലൈഫ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഇവന്മാരൊക്കെയാണ് തട്ടാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ പിക്കാറ്റ്സിനെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവ എന്താ പറയുക ചാവാത്ത? വിച്ച് ചാവുന്നില്ലല്ലോ. ഓക്കെ, വിച്ചിന് നല്ല ലൈഫ് ഉണ്ടോന്നു. വിച്ച് എന്താ പറയുക ചാവാത്തേ? വിച്ചൊരു എടാ വിച്ച് ചാവണില്ലടാ. ഇതൊക്കെ ഇപ്പോഴെ ചത്ത്. അതിന് നമ്മുടെ മോബ് ഫാം ഉണ്ടാവും എന്ത് വലുതൊക്കെ. ഇനി പക്ഷെ അടിയിലിപ്പോൾ കുറേ മോബ്സൊക്കെ സ്പോൺ ആയിട്ട് അതാ പ്രശ്നം. ആൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നന്നായി അത്യാവശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പിക്കാറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ ആർമർ ഇതൊക്കെ ഫുള്ളായി. പിന്നെ ഇനി നമ്മുടെ ആഡ്സ് ഷവല് ഇനി ഇതും കൂടി നമുക്ക് ഫുള്ളാക്കിയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം ഗേസ്. അപ്പോൾ നമ്മളിതാ ഫുള്ളാക്കിയില്ല ആർമർ എന്ന് വെച്ചാൽ ടൂൾസ് ഫുള്ളാക്കിയില്ല. ആൻഡ് അപ്പോൾ ഇനി നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. നമ്മളിവിടെ വെള്ളം ഒഴിച്ച് ലാഡറാണ് വെക്കുക, പക്ഷേ എന്നെ കണ്ട വീഡിയോയിലും അവർ പറഞ്ഞിരിക്കുന്നത് വെള്ളമാണ് സുഖം, നിങ്ങൾ ലാഡർ മാറ്റിയിട്ട് വെള്ളം വെച്ചോളാം. അപ്പോൾ ഇനി ഇതാ നമ്മൾ അടിയിലേക്ക് പോയിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊരു പൊട്ടത്തരം കാണിച്ചു. നമ്മൾ ഏറ്റവും മുകളിൽ അതിൻ്റെ റൂഫിൽ ടോർച്ച് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ടോർച്ച് വയ്ക്കാൻ കയറിയപ്പോൾ ഉള്ള വെള്ളമാട്ടോ, അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, കുറേ നേരമായി. അപ്പം ഞാൻ വെള്ളം കഴിയട്ടെ. അയ്യോ പ്രാക മോപ്സ്. അയ്യോ എടാ, ഇവിടെ ടോർച്ചൊക്കെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇവിടെ ഇതൊക്കെ ഉള്ളതാണ്, ആ ഒരു സാധനത്തിൻ്റെ തണലുള്ളതുകൊണ്ട് ഇവിടെ സ്പോൺ ആവാണ്ട് ഭയങ്കര പണിയാണ്. എൻ്റെ പൊന്നളിയ. അയ്യോ ഇന്ന് രാവേക്കിടല്ലടാ.
അവിടെ പോടെ എന്ത് മോബ്സറാ അത്, എത്ര എണ്ണ അതാണ്. അവിടെ മോബ്സ് കൂടും, കാരണം അവിടെ ഇനി രാവിലെ ആയാലും മോബ്സിന് ജീവൻ ഉണ്ടാവും. കാരണം അവർക്ക് ഇതുണ്ടല്ലോ, എന്ത് മറ്റേ ആരും ഇത് കൊണ്ടോ എവിടെ നോക്ക്, അതാണ് നമ്മുടെ ഐറ്റം. അതെ, അത്രയും വലിയ അതവിടെ മുകളും കുട പോലെ ഇരിക്കുമ്പോൾ ഒരു ചാവില്ല. അതിൻ്റെ ഇവിടെ ഫുള്ള് ഇതാണ്. നമുക്ക് എന്തായാലും ഇപ്പുറത്തേക്ക് ഇറക്കിയിട്ട് കുറേ പേര് കുണ്ടൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അയ്യോ ക്രീപ്പർ, ഇവന്മാരെ കൊണ്ട് ഒരു വഴിയില്ല കേട്ടോ. ഇവന്മാർ കത്തുമില്ല, രാവിലെ അവന്മാർ ഡീസ്പോണായി പോവുള്ളൂ. നമുക്ക് ഇവിടെ ഒക്കെ ടോർച്ച് വയ്ക്കാം. എടാ ഒന്ന് ചാവറല്ലാത്തിന് ഇവന്മാർക്ക് അവർ കൊല്ല. അയ്യോ അവൻ കുന്തായിട്ടൊക്കെ കുത്തുന്നു. ഓക്കെ, ഈ ക്രീപ്പറിനെ അങ്ങോട്ട് കൊല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അവനങ്ങോട്ട് കൊന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് ഒലിക്കാതിരിക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വഴിയുണ്ട്. നമ്മൾ ഈ ബ്ലോക്കോട്ട് കുഴിക്കുക, എന്നിട്ട് നമ്മൾ ചുറ്റോറം ഇവിടെ ബ്ലോക്ക് വയ്ക്കുക. ഓക്കെ, ആ ബ്ലോക്ക് വയ്ക്കി ഇവിടെ കൂടി ഒരു ബ്ലോക്കും കൂടി. ഓക്കെ, ഇനി നമുക്ക് അയ്യോ എടാ ഇവനെ ഞാൻ എന്താ ചെയ്ത് പോണു. ഓക്കെ, അവനെ കയറ്റരുത് ഇതിൻ്റെ ഉള്ളിൽ. ഇനി നമ്മൾ ഈ ബ്ലോക്ക് അങ്ങോട്ട് പൊട്ടിക്കുക. ഇപ്പോൾ വേണ്ട, അവിടെ വെള്ളം ഇനി ഇങ്ങോട്ട് ആവില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലാണ്ട് പോയി എന്നിട്ട് അങ്ങനെ കയറി. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ സ്പോഞ്ചല്ല മറ്റേ ഈ നിന്നാൽ കയറി പോണ സാധനമില്ല, അതൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടിച്ച് ചാടുമ്പോൾ ഇവിടെയും ഇങ്ങനെ ഒരു കുഴി ചെറുതായിട്ട് ഇവിടെ ഉണ്ടാക്കാം. അത് നല്ല ഉപകാരപ്പെടും കേട്ടോ. അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് വെച്ചാൽ പണി കിട്ടും. കാണിച്ചു തരാം എന്താ ചെയ്യണമെന്ന് കാണിച്ചു തരാം ഗേസ്. അപ്പോൾ പിന്നെ നമ്മുടെ അതിൻ്റെ കാര്യം എന്താ ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഇത് നമ്മൾ 100 ബ്ലോക്ക് അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോകും. അത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. 100 ബ്ലോക്ക് അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ അങ്ങനെ പില്ലറുകൾ ഇങ്ങനെ പ്ലസ് പോലെ വെക്കും. അങ്ങനെ ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് മൂടിയിട്ട് പിന്നെ അപ്പോൾ ഉള്ളിൽ ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. ട്രാപ്പ് ഡോർ ഭയങ്കര ഉപകാരപ്പെടും. കാരണം ഉള്ളിൽ എന്തിനാണെന്ന് വെച്ചാൽ ഈ ഇത് വരാതിരിക്കുന്നത്, സ്പൈഡർ വരാതിരിക്കാനാണ് നമ്മൾ ട്രാപ്പ് ഡോർ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സ്പൈഡർ സ്പോണാവില്ല, ബാക്കിയെല്ലാം സ്പോണാവും. സ്പൈഡർ സ്പോണാവരുത്, എന്താ അതിൻ്റെ ഉപകാരം എനിക്കറിയില്ല. ഓക്കെ, സ്പൈഡറിന് അടിയിൽ കൂടെ ഉള്ളിലേക്ക് വരാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എന്താന്ന് ഗേസ്. അപ്പോൾ നമ്മളിത് മുകളിൽ എത്താറായി. കുറച്ച് സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് ആ സാധനം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാൻ നമുക്ക് പറ്റില്ല, നല്ല പണിയാണ്. സമയം കുറേ പോകുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതണ്ട ഈ ഒരു ഓട്ടയിൽ കൂടെ മറ്റേ സ്പൈഡറിന് കാണാൻ പറ്റുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇനി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ വരുന്നുണ്ട്. റെഡ് സ്പോണൊക്കെ കിട്ടി. ഓക്കെ, അപ്പോൾ കണ്ട, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. നമുക്ക് ഇവന്മാരാണ് കൊല്ലാന്നിട്ട് കിട്ടണ സ്പീഡിക്കുക. അവന്മാർ തീർന്നില്ല. കണ്ടോ ഒരുത്തനെ വന്നാൽ ഇനി അടുത്ത് വരേണ്ടതാണ്. എവിടെ പോയാ? ഹലോ, അതാ വന്നു. ഗേസ് ഇവന്മാർ കുറേ തിങ്ങി കൂടിൻ്റെ അങ്ങനെ വെട്ടി നമുക്ക് നമ്മുടെ എല്ലാം ഫുള്ളാക്കാം ഗേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം ഫുള്ളാക്കിൻ്റെ അതുപോലെ തന്നെ ആർമറൊക്കെ ഫുൾ തന്നെയാണ്. ഇനി നമുക്ക് ഇറങ്ങാം. അപ്പോൾ രാത്രിയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് കൂടെ അല്ല ഇറങ്ങണം. ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. ആ കുഴി കണ്ടാ, അത് ഇതിനാണ് ഉണ്ടാക്കി. ഇത് കൂടെ ഇറങ്ങാൻ ഇനിയും സമയം എടുക്കുന്നതുകൊണ്ട് എടുത്തങ്ങോട്ട് ചാടുക. കണ്ടില്ലേ, അതിലേക്ക് തന്നെ വന്ന് വീണു. അതൊരു ടെക്നിക്കാണ്. നമുക്കുള്ള ടോർച്ച് ഇവിടെയും ഒക്കെ ഒന്ന് നടുവല്ല വെക്കുക. അപ്പോൾ ഇനി ഇവിടെ ആരും അങ്ങനെ സ്പോൺ ആവില്ലല്ലോ ഗേസ്. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. കിടന്നുറങ്ങാം. ഗേസ് അങ്ങനെ വലിയൊരു പണി. കുറേ ദിവസമായി നമ്മൾ കിടന്നുറങ്ങിയിട്ട്. അതിൻ്റെ അപ്പം നമ്മൾ കിടന്നുറങ്ങിക്കാണ്. നമ്മുടെ ആർമറും ടൂൾസൊക്കെ ഫുള്ളാണ്. ആൻഡ് നമുക്ക് ഇനി അടുത്ത പരിപാടി, ഇതിൻ്റെ ബാക്കി പരിപാടി നോക്കണം. ഇനി ഇവന്മാർ ഇനിയും ഇങ്ങനെ കുറേ പേരെ കയറ്റണം. ഇവനാണ് എനിക്ക് ഇവൻ ത്രോൺസ്. നമ്മുടെ കയ്യിൽ എമറാൾഡ് ഉണ്ട്, ഒരു ബുക്കാണ് ഇല്ലാത്തത്. ബുക്ക് ഇവനാട് തട്ടാ എന്ത് പറയുന്നു അവിടെ അല്ല. പിന്നെ ലെതർ നല്ല തീട്ടം. നമുക്ക് ലെതർ ഇവിടെ ഇതിലുണ്ടോക്കാം. ലെതറിൻ്റെ ജസ്റ്റ് പ്ലേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ലെതർ മാത്രമല്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ബാക്കി പണി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ നെതറിൽ പോയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ പറയുന്നത്. എന്താ ഇപ്പോൾ ചെയ്യുക? ഞാൻ ഒന്നൊന്ന് ആലോചിച്ചു. ഞാൻ എന്താ ഇപ്പോൾ ഇതിൽ ചെയ്യുക? എനിക്ക് ബ്ലോക്ക് ഇട്ടിട്ട് അങ്ങോട്ട് പോയാലോ എന്ന് ചെറിയൊരു ഇത് ഐഡിയ തോന്നിയിട്ടുണ്ട്. നമുക്ക് ട്രൈ ചെയ്തൊക്കെ നിങ്ങൾ പറയുക. അല്ലെങ്കിൽ നമുക്ക് ഇനി വേറെ ഒരു പരിപാടി നമുക്ക് നടക്കില്ല.
എന്തായാലും നമുക്ക് കയറാം അതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗേസ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് ഇനി നിങ്ങൾക്ക് വേറെ വല്ല ഐഡിയാസൊക്കെ നമ്മുടെ ഈ ഒരു ലെറ്റ്സ് പ്ലേയിൽ കൊണ്ടുവരാണ്ടെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇനി വേറെ വല്ല മോഡോ സ്കൈ ബ്ലോക്ക് അങ്ങനത്തെ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വേറെ വല്ല ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ എന്തായാലും കളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.